നമസ്കാരം. സിംപ്ലിഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ കോർപ്പറേറ്റ് ലൈഫിൽ വരുന്ന ഓരോ സിറ്റുവേഷൻസിനെ പറ്റിയിട്ട് ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വന്നാൽ നമ്മൾ എങ്ങനെ അത് സോൾവ് ചെയ്യാം, അതും 5 സ്റ്റെപ്സിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു പോകുന്ന പ്രോഗ്രാമാണ് സിംപ്ലിഫൈ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഐഡിയ തെഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് മിസ്അപ്രോപ്രിയേഷൻ എന്നുള്ളതാണ്. അതായത് പലരും കംപ്ലൈൻറ്റ് പറയുന്ന ഒരു കാര്യമാണ്, അവർ കഷ്ടപ്പെട്ട് ഒരു ഐഡിയ എടുത്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവരുടെ ടീമിലുള്ള വേറെ ആരെങ്കിലും അതിൻ്റെ ഒരു ക്രെഡിറ്റ് കട്ടെടുക്കും. അത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ബോസ് ഇവരാണ് ചെയ്തതെന്ന് പറയാതെ അവരുടെ സ്വന്തം ഐഡിയ ആയിട്ട് അവരത് പ്രസൻറ്റ് ചെയ്യും. ഇത് പല ഓഫീസുകളിലും നടക്കുന്നതാണ്. ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റും. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മളുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഹാർഡ് വർക്ക്, അതിൻ്റെ ഒരു അപ്രിസിയേഷൻ നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ഒരു ഫീലിംഗ് ഓഫ് ഐസൊലേഷൻ ഭയങ്കര അധികമാണ്. അതിൻ്റെ കൂടെ അത് വേറൊരാൾ എടുത്തുകൊണ്ടും കൂടെ പോകുമ്പോൾ എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലേ. തീർച്ചയായിട്ടും നമ്മളത് അനുവദിച്ചുകൂടാ. നമ്മളുടെ ഐഡിയാസ് മറ്റുള്ള ആൾക്കാർ കട്ടെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഐഡിയ ഫുള്ളി പ്രസൻറ്റ് ആവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എവിടെയാണോ ഇത് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുമ്പ് നമ്മളാണ് അത് ജനറേറ്റ് ചെയ്തത് എന്നുള്ള ഒരു എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ എവിഡൻസ് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? നമ്മളുടെ ടീം മെമ്പേഴ്സിലുള്ള ആൾക്കാരോട് ആരാണോ നമ്മളുടെ ഐഡിയ കട്ടെടുക്കാൻ ശ്രമിക്കുന്നത് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഈ ഐഡിയ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആണ് ചെയ്തതെന്നുള്ളതിൻ്റെ തെളിവ് മറ്റുള്ള ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടാവും. അതാണ് പോയിന്റ് നമ്പർ 1. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട എന്താണ്? ക്രിയേറ്റ് എവിഡൻസ്. ഇനി എവിഡൻസ് ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ പലയിടത്തും പറയുന്നത് മാത്രമല്ല കേട്ടോ ഈ എവിഡൻസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഐഡിയ നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്ന സമയത്ത് ഡ്രാഫ്റ്റ് ആയിട്ട് അയക്കുമ്പോൾ, അതായത് അത് മുഴുവനും ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ഇനീഷ്യൽ സീഡ് അയച്ചു കൊടുക്കുമ്പോൾ നമ്മളത് മെയിലാണ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ ഒന്നിലധികം ആൾക്കാർക്ക് കോപ്പി വെച്ച് അയച്ചു കൊടുക്കുക. നമ്മുടെ ടീമിലുള്ള മെമ്പേഴ്സിന്, ടീം ലീഡേഴ്സിന്, അവരുടെ സൂപ്പർ ബോസിന് അങ്ങനെ മെയിൽ അയച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ ആ ഐഡിയ അത് അവരുടെ ആണെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ക്ലെയിം ചെയ്താലും അതിനകത്തുള്ള ആരെങ്കിലുമൊക്കെ ചോദിക്കും ഇവർ പറഞ്ഞതാണല്ലോ എന്ന് ചോദിക്കും. ഇനി ആരും ചോദിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാവും ഇത് ആരുടെ ഐഡിയ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നാളെ ഒരു കാലത്ത് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ സപ്പോർട്ടിന് വേണ്ടി ഈ എവിഡൻസസ് വർക്ക് ചെയ്യും. രണ്ടാമതായി, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പബ്ലിക് ഗ്യാതറിങ്ങിൽ ഇരിക്കുമ്പോൾ എപ്പോഴാണോ ഇവരിത് ക്ലെയിം ചെയ്യുന്നത് ആ സമയത്ത് നമ്മുടെ സാഹചര്യം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ പൊളൈറ്റായിട്ട് നമ്മുടെ ക്രെഡിറ്റ്സ് നമ്മൾ വീണ്ടെടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഷ്ടപ്പെട്ട് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്നു, ഒരു മീറ്റിങ്ങിൽ പോയിട്ട് അത് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ബോസ് എടുത്തത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്കവിടെ സംസാരിക്കാൻ പറ്റുന്ന ഒരു വെന്യൂ ആണെങ്കിൽ നമ്മൾ പറയണം ഓക്കെ താങ്ക് യു ഫോർ പ്രസൻറ്റിങ് മൈ ഐഡിയ എന്ന് പറയണം. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് പിന്നെ അവർക്കത് മാറ്റി പറയാനുള്ളൊരു ചാൻസ് കിട്ടില്ല. എന്നാൽ എല്ലാ അവസരങ്ങളിലും നമുക്ക് നമ്മളുടെ ഐഡിയാസ് പറയാൻ പറ്റണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന മാനേജ്മെൻറ്റിലെ ടോപ്പ് മാനേജ്മെൻറ്റിനോടാണെങ്കിൽ അവിടെ കയറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പണി പോകാൻ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവസരം നോക്കി വേണം നിങ്ങളിത് പ്രതികരിക്കാൻ. സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ക്ലെയിം ക്രെഡിറ്റ്സ് പൊളൈറ്റ്ലി. നമ്മളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരോട് തിരിച്ച് നന്നായിട്ട് പെരുമാറുന്ന ഒരു രീതിയിലും ന്യായമല്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളോട് നല്ലതായിട്ട് പെരുമാറുന്ന ആൾക്കാരെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്രിസിയേഷനും അതിൻ്റെ ക്രെഡിറ്റും മറ്റൊരാൾ തട്ടിയെടുക്കാൻ സ്ഥിരമായി ശ്രമിക്കുകയാണെങ്കിൽ അവരോട് നമ്മളുടെ മനസ്സിലുള്ള കാര്യം പറയുന്നത് തെറ്റല്ല. പക്ഷെ നമ്മളത് വളരെ പ്രൊഫഷണലായിട്ട് വേണം പറയാൻ. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർമൽ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പബ്ലിക് ഫോറത്തിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഇരിക്കുമ്പോൾ അവരുടെ അടുത്ത് ഇമോഷണൽ അല്ലാതെ നമ്മൾ പറയാം നിങ്ങൾ ഇങ്ങനെ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അത് ചെയ്തത് തെറ്റാണ് എന്ന് പറയാം. അത് നമ്മുടെ ടീം മെമ്പേഴ്സ് ആണെങ്കിൽ അങ്ങനെ പറയാം. നമ്മളെ സൂപ്പർ ബോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അവസരം അനുസരിച്ച് വേണം ഓരോ റിയാക്ഷൻസും കൊടുക്കാൻ. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് എവിഡൻസസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ നമ്മളുടെ മെയിലിനകത്ത്
നമ്മൾക്ക് സപ്പോർട്ടുള്ള, അതായത് നമ്മുടെ അലൈസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കൂടെ ഇതിനകത്ത് ടാഗ് ചെയ്യണം. അവർക്കും കൂടെ കോപ്പി ആയിട്ട് അയച്ചു കൊടുക്കുമ്പം എല്ലാവർക്കും മനസ്സിലാവും ഇത് നമ്മുടെ ഐഡിയ ആണെന്നുള്ളത്. അപ്പോൾ നാളെ ഒരു ഡിബേറ്റബിൾ സിറ്റുവേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ന്യായീകരിക്കാതെ തന്നെ അവർക്ക് അറിയാൻ പറ്റും എന്താണ് സത്യം എന്നുള്ളത്. സോ ദ ഫോർത്ത് ടിപ്പ് ഇസ് ലൂപ്പ് ഇൻ യുവർ സപ്പോർട്ടേഴ്സ്. പലരും പറയും നമ്മുടെ ടീം ലീഡേഴ്സാണ് യൂഷ്വലി ഇങ്ങനെ ചെയ്യുന്നത്. ടീമിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുപ്പിച്ചിട്ട് അത് അവസാനം അതിൻ്റെ ക്രെഡിറ്റ് വരുമ്പോൾ അവർ കൊണ്ടുവന്ന് ബോസിൻ്റെ അടുത്തോ സൂപ്പർ ബോസിൻ്റെ അടുത്തോ ഇത് കാണിച്ച് വലിയ ആളാവും. പക്ഷെ അവരൊരിക്കലും പറയൂല ഇത് എൻ്റെ ടീം മെമ്പേഴ്സ് ചെയ്തതാണെന്ന്. അവരൊറ്റയ്ക്ക് ചെയ്തതാണ് എന്നുള്ളൊരു ധാരണ വരുത്തിക്കൊണ്ടാണ് അവരിത് പ്രസൻറ്റ് ചെയ്യുക. ഒരിക്കലും നല്ലൊരു പ്രവണതയല്ല. ഒരു നല്ല ലീഡർ എപ്പോഴും അവരുടെ കൂടെയുള്ള ആൾക്കാരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളൊരു ടീം മെമ്പർ ആവുമ്പോൾ നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മുടെ സക്സസ്സിലാണ്. പക്ഷേ നമ്മളൊരു ടീം ലീഡർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മുടെ ടീമിൻ്റെ സക്സസ്സിലായിരിക്കണം. അല്ല ഞാൻ നന്നാവണം, എനിക്ക് ഇൻക്രിമെൻറ്റ് കിട്ടണം, എനിക്ക് എല്ലാ അപ്രിസിയേഷനും കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരാൾ ഒരിക്കലും നല്ലൊരു ടീം ലീഡറല്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ ടീം ലീഡറിൻ്റെ നിന്നാണ് ഈ ഒരു ഐഡിയ തെഫ്റ്റ് ഫേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടിപ്പ് നമ്പർ 5 ഈസ് എസ്കലേറ്റ് ഇറ്റ് വെൻ നെസസറി. അതായത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മളങ്ങനെ പറയണ്ട, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണ്, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ആ ടീം ലീഡറിൻ്റെ മുകളിലുള്ള ആളുടെ അടുത്ത് പോയി പറയാൻ ശ്രമിക്കുക. ചില സാഹചര്യങ്ങളിൽ അവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ എന്ത് പ്രശ്നങ്ങൾക്കുള്ള നമ്മൾ സ്ഥിരമായി പറയുന്നൊരു സൊല്യൂഷനാണ് നോ വെൻ ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം ടു ലീവ്. തീരെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജോലി മാറാമെന്നല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും വർക്ക് പ്ലേസിൽ ഒരു നല്ല ഹാപ്പി വർക്കിംഗ് പ്ലേസ് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.